നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദേഷ്യം എന്ന വികാരത്തെ തന്റെ വരുതിയിലാക്കിയ ഒരു മനുഷ്യന്റെ കഥയാണ്. ഒരുപക്ഷേ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നിയേക്കാം, ഹേയ്, ഇതെന്റെ കൂടെ കഥയാണല്ലോ എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മൂഡ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ സന്തോഷം, സമാധാനം, ഇതൊക്കെ ശരിക്കും ആരുടെ കയ്യിലാണ്? ചിലപ്പോ ആരെങ്കിലും പറയുന്ന ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം, അല്ലേ, നമ്മുടെ ഒരു ദിവസം മുഴുവൻ നശിപ്പിക്കാൻ. അപ്പൊ ശരിക്കും ആരാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾ തന്നെയോ അതോ മറ്റുള്ളവരോ? അപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തേടിപ്പോയ ഒരാളുണ്ട്. സ്വന്തം മനസ്സിന്റെയും സമാധാനത്തിന്റെയും കടിഞ്ഞാൺ തിരിച്ചുപിടിച്ച റഹീമിന്റെ കഥ. നമുക്ക് ആ യാത്രയിലേക്ക് കടക്കാം, അല്ലേ? നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം ദേഷ്യത്തിന്റെ കെണി. റഹീമിന്റെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എങ്ങനെയാണ് ഈ ദേഷ്യം എന്ന വികാരം അയാളുടെ ജീവിതത്തെ ഒരു കെണിയിലാക്കിയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ കഥാനായകൻ റഹീം. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നൊരു ടൈപ്പ്. വിചാരിക്കുക, കറിയിൽ ഇത്തിരി ഉപ്പ് കുറഞ്ഞാൽ തീർന്നു, വീട്ടിൽ ബഹളമാകും. കുട്ടികൾ ഒച്ചയിട്ട് ചിരിച്ചാൽ പോലും അയാൾക്ക് ദേഷ്യം വരും. അയാളുടെ ഒരു വിശ്വാസം എന്തായിരുന്നെന്ന് വെച്ചാൽ, പ്രശ്നം മുഴുവൻ ഈ ലോകത്തിനാണ്, എനിക്കൊരു കുഴപ്പവുമില്ല എന്നായിരുന്നു. പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചത്? സ്വന്തം സമാധാനത്തിന്റെ താക്കോല് അയാൾ മറ്റുള്ളവരുടെ കയ്യിലങ്ങ് കൊടുക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിർണായകമായ ഒരു സംഭവം നടന്നു. അയൽപക്കത്തെ ഒരു കുട്ടി കളിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ കളിയുടെ ഇടയ്ക്ക് അബദ്ധത്തിലെ റഹീമിന്റെ ഒരു ഉപകരണം കൈയിന്ന് വീണുപൊട്ടി. അത്രയും മതിയായിരുന്നു റഹീമിന്. അയാളുടെ നിയന്ത്രണം മുഴുവൻ പോയി. ആ കുട്ടിയുടെ നേരെ അലറി. ദേഷ്യം ഒരു അണ പൊട്ടി ഒഴുകുന്ന പോലെയായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് തനിച്ചിരുന്നപ്പോഴുണ്ടല്ലോ, റഹീം ആദ്യമായിട്ട് സ്വയം ഒരു ചോദ്യം ചോദിച്ചു. എന്തിനാ ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം എനിക്ക് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത്. എന്തുകൊണ്ടാണിത്? ആ ഒരൊറ്റ ചോദ്യം, അതായിരുന്നു റഹീമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അപ്പോൾ നമ്മുടെ കഥയുടെ രണ്ടാം ഭാഗത്തേക്ക്, സന്യാസിയുടെ ജ്ഞാനം. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് റഹീം ഒരു പരിഹാരം തേടി ഇറങ്ങുന്നത്. അങ്ങനെയാണ് ആ യാത്രയായാളെ ആ ഗ്രാമത്തിൽ അപ്പോഴുണ്ടായിരുന്ന ജ്ഞാനിയായ ഒരു സന്യാസിയുടെ അടുത്തെത്തിച്ചത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോ തന്നെ റഹീം ആ സന്യാസിയുടെ അടുത്തെത്തി. അവിടെ വെച്ച് ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് അയാൾ തന്റെ ഒരു കുറവ് തുറന്നു സമ്മതിച്ചു. അയാൾ പറഞ്ഞു, സ്വാമി, എനിക്ക് മടുത്തു. ചുറ്റുമുള്ള ആളുകൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കേട്ട് സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, റഹീം, ദേഷ്യം എന്ന് പറയുന്നത് ഒരു തീക്കനൽ പോലെയാണ്. നമ്മളത് മറ്റൊരാൾക്ക് നേരെ എറിയാനായി കയ്യിലെടുക്കില്ലേ? പക്ഷെ ആദ്യം ആരുടെ കയ്യിലാണ് പൊള്ളുന്നത്? നമ്മുടെ കയ്യിൽ തന്നെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേഷ്യം ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. സന്യാസി തുടർന്നു, നിന്റെ മനസ്സ് ഇപ്പോ ഒരു കലങ്ങിയ വെള്ളം പോലെയാണ്. ആ വെള്ളത്തിലൂടെ നോക്കിയാൽ എന്തെങ്കിലും വ്യക്തമായി കാണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ദേഷ്യം കൊണ്ട് നമ്മുടെ മനസ്സും കലങ്ങിക്കിടക്കുമ്പോൾ. നമുക്ക് സത്യമോ ശരിയോ ഒന്നും കാണാൻ കഴിയില്ല. എത്ര ശരിയാണല്ലേ ആ പറഞ്ഞത്? അങ്ങനെ നമ്മൾ മൂന്നാം ഭാഗത്തേക്ക് കടക്കുകയാണ്. പ്രതികരിക്കുക, പ്രതിക്രിയയല്ല. ഇതാണ് സന്യാസി റഹീമിന് പറഞ്ഞുകൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതായത് റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം. ആ തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മുടെ കയ്യിലാണെന്നുള്ള തിരിച്ചറിവ്. സന്യാസി അത് വിശദീകരിച്ചു കൊടുത്തു. നോക്കൂ, നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന് പ്രതിക്രിയ, അതായത് റിയാക്ഷൻ. ഇത് നമ്മൾ ചിന്തിക്കാതെ ആ ഒരു നിമിഷത്തെ വികാരത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് ഒരു ശക്തിയുമില്ല. എന്നാൽ രണ്ടാമത്തെ വഴി പ്രതികരണം, അഥവാ റെസ്പോൺസ്. ഇത് നമ്മൾ ആലോചിച്ച് ശാന്തമായിട്ട് എടുക്കുന്നൊരു തീരുമാനമാണ്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ശക്തിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി സന്യാസി ഒരു അടിപൊളി ഉദാഹരണം പറഞ്ഞു. ഒരാൾ നിന്റെ നേരെ ചെളി വാരി എറിയുകയാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിനക്ക് എന്തു ചെയ്യാം? ഓടിച്ചെന്ന് ആ ചെളി കയ്യിൽ വാങ്ങാം. അല്ലെങ്കിൽ വെറുതെ ഒന്ന് മാറി നിന്നാൽ പോരെ? ആ തിരഞ്ഞെടുപ്പ്, അത് പിടിക്കണോ അത് മാറി നിൽക്കണോ എന്നുള്ളത്, അത് എപ്പോഴും നിന്റെ കയ്യിലാണ്. ഈ ആശയം ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി സന്യാസി വേറൊരു ഉദാഹരണവും പറഞ്ഞുകൊടുത്തു. നമ്മുടെ മനസ്സ് ദേഷ്യം കൊണ്ട് തിളച്ചോണ്ടിരിക്കുകയാണെന്ന് കരുതുക. അപ്പോഴാണ് ഒരു പ്രകോപനം വരുന്നത്. അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ആരോ കുറച്ച് മണല് വാരിയിട്ടതുപോലെയാണ്. നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്താൽ ആ വെള്ളം വീണ്ടും ഇളക്കി മറിക്കുന്നത് പോലെയാകും. പക്ഷെ നമ്മൾ ഒരൊറ്റ നിമിഷം ഒന്നും ചെയ്യാതെ നിന്നാലോ, ആ മണലൊക്കെ സാവധാനം താഴെ അടിയും. വെള്ളം നല്ല തെളിവെള്ളമായി മാറും. അതുപോലെ നമ്മുടെ മനസ്സിനും ആ വ്യക്തത തിരികെ കിട്ടും. ഓക്കെ, നാലാം ഭാഗം, യഥാർത്ഥ ജീവിതത്തിലെ പരീക്ഷണം. അപ്പോ
സന്യാസിയുടെ കയ്യിൽ നിന്ന് ഈ പുതിയ അറിവൊക്കെ കിട്ടി റഹീം തിരിച്ച് ജീവിതത്തിലേക്ക് വരുവാണ്. തിയറി പഠിച്ചു, ഇനി പ്രാക്ടിക്കൽ പരീക്ഷയുടെ സമയമാണ്. റഹീമിന്റെ ജീവിതത്തിൽ ഈ മാറ്റം പതിയെ പതിയെ കണ്ടു തുടങ്ങി. ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ അയാളെ ചതിച്ചു. പഴയ റഹീമായിരുന്നെങ്കിൽ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ബഹളം വെക്കുമായിരുന്നു അല്ലേ? പക്ഷെ പുതിയ റഹീം ശാന്തനായിട്ട് പറഞ്ഞു, ശരി, ഞാൻ കുറച്ചുകൂടി സത്യസന്ധനായ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങ് നടന്നുപോയി. പിന്നൊരിക്കൽ കുറച്ച് ചെറുപ്പക്കാർ അയാളെ കളിയാക്കി. പണ്ടായിരുന്നെങ്കിൽ മുഷ്ടി ചുരുട്ടി അടിക്കാൻ പോയേനെ. പക്ഷെ ഇത്തവണയോ? അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ കളിയാക്കലിനെ നേരിട്ടു. അങ്ങനെ കളിയാക്കിയ ചെറുപ്പക്കാരോട് റഹീം പറഞ്ഞൊരു മറുപടിയുണ്ട്. അതിതായിരുന്നു: ഒരാൾ നിങ്ങൾക്ക് വിഷം തന്നാൽ അത് കുടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതായത്, നിങ്ങളുടെ വാക്കുകളെന്ന വിഷം കുടിക്കാൻ ഞാൻ തയ്യാറല്ല. ആ മറുപടി കേട്ടതും അവരെല്ലാം നിശബ്ദരായിപ്പോയി. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്കെത്തി. ആന്തരിക സമാധാനം. റഹീമിന്റെ ആ യാത്ര അതിന്റെ ലക്ഷ്യത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തുകയായിരുന്നു. മറ്റുള്ളവരുടെ പ്രവൃത്തികളോട് റിയാക്ട് ചെയ്യുന്നത് നിർത്തി റെസ്പോണ്ട് ചെയ്യാൻ പഠിച്ചതിലൂടെ അയാൾ തന്റെ ഉള്ളിലെ യഥാർത്ഥ സമാധാനം എന്താണെന്ന് കണ്ടെത്തി. വർഷങ്ങൾ കടന്നുപോയി. ഒരു കാലത്ത് ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ദേഷ്യക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന റഹീമില്ലേ, അയാൾ പിന്നീട് അറിയപ്പെട്ടത് ആ ഗ്രാമത്തിലെ ഏറ്റവും ശാന്തനായ മനുഷ്യനെന്ന പേരിലാണ്. ആളുകൾ അവരുടെ പ്രശ്നങ്ങൾക്കൊരു ഉപദേശം തേടി റഹീമിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഉപദേശം ചോദിച്ചു വരുന്നവരോട് റഹീം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു: യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകം സൈലന്റ് ആകുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിലെ ബഹളങ്ങൾ, ആ ഉച്ചപ്പാടുകൾ അവസാനിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ്. ഒരിക്കലൊരു കുട്ടി റഹീമിനോട് ചോദിച്ചു, അല്ല, ഇപ്പോഴും ആളുകൾ നിങ്ങളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കാറില്ലേ? അതിന് റഹീം ഒരു പുഞ്ചിരിയോടെ കൊടുത്ത മറുപടി ഇതായിരുന്നു: അവരൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷേ എപ്പോഴാണോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നിർത്തുന്നത്, അപ്പ തന്നെ നമ്മളെ നിയന്ത്രിക്കാനുള്ള അവരുടെ ശക്തിയും ഇല്ലാതാവും. റഹീം തന്റെ ജീവിതയാത്രയെപ്പറ്റി ഒരൊറ്റ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞു: എപ്പോഴാണോ ഞാൻ റിയാക്ട് ചെയ്യുന്നത് നിർത്തിയത്, അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോ റഹീമിന്റെ കഥ ഇവിടെ തീരുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. അത് നിങ്ങളോടാണ്. ഈ ലോകം നമ്മുടെയൊക്കെ നേർക്ക് ചെളിയെറിഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോ വാക്കുകളായിട്ട്, ചിലപ്പോ പ്രവൃത്തികളായിട്ട്. അത് ഓടിച്ചെന്ന് നെഞ്ചത്തോട്ട് വാങ്ങണോ, അതോ മാറി നിന്ന് നമ്മുടെ സമാധാനം സംരക്ഷിക്കണോ? ആ തീരുമാനം അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്.